കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനു ശേഷം നടന്നത് നാടകീയ സംഭവങ്ങൾ. 6 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനു ശേഷമാണ് മൃതദേഹം പ്രദേശത്തു നിന്ന് നീക്കാനായത്. രാത്രി 8:30യോടെയാണ് എൽദോസ് ക്ണാച്ചേരിയിലെത്തിയത്. വീട്ടിലേക്കുള്ള യാത്രയിൽ ആനയുടെ ആക്രമണം. മൃതദേഹം ഛിന്ന ഭിന്നമായി. 9 മണിയോടെ നാട്ടുകാർ സംഘടിച്ചെത്തി. മൃതദേഹം എടുക്കാൻ അനുവദിക്കാതെ പ്രതിഷേധം. ഫെൻസിംഗ്, ട്രെഞ്ചിംഗ്, തെരുവുവിളക്കുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിച്ചു. രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധിക്കും. ഇതിന് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഫോർമുലയിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് ഫോറസ്റ്റുകാർ വിചാരിക്കേണ്ട. ശക്തമായ ഫെൻസിങ്ങും അതുപോലെ തന്നെ ശക്തമായ ട്രെഞ്ചുകൾ താത്തിക്കൊണ്ട് ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ഈ വന്യമൃഗങ്ങൾ കടക്കാത്ത സംവിധാനം ഒരുക്കിയാൽ മാത്രമാണ് ജനങ്ങളോട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ ജനത്തിന് ഒരു വിലയില്ലേ? ഈ ആത്മാവിന് ഒരു വിലയില്ലേ? ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാർഗമില്ലേ? ഒന്നും വേണ്ട. ഗ്നാച്ചേരിയിൽ നിന്ന് ഉള്ളനണ്ണിയിൽ നിന്ന് ഗ്നാച്ചേരി വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പാടില്ലേ? എന്നും പറയാൻ ചെയ്യാൻ കൃത്യമായ സംഗതി റോഡ് സൈഡിൽ ഞങ്ങൾക്ക് ട്രെഞ്ച് താത്തി തരാനുള്ള സംഗതി തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. അത് ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ ഞങ്ങൾക്ക് എഴുതി തരണം ഈ സാധനം. റേഞ്ച് ഓഫീസറും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും മന്ത്രി എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ. പന്ത്രണ്ട് മണിയോടെ കളക്ടർ NSK ഉമേഷും ആന്റണി ജോൺ MLAയും സ്ഥലത്തെത്തി. മൃതദേഹം എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും. പിന്നാലെ മൃതദേഹം മാറ്റാൻ പോലീസിന്റെ ശ്രമം. എന്നാൽ നാട്ടുകാർ തടഞ്ഞു. പിന്നാലെ സംഘർഷം. നാട്ടുകാരുമായും എൽദോസിന്റെ വീട്ടുകാരുമായും ചർച്ച. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. അവിടെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട എൽദോ അവർ മരിച്ച് ഇത്ര മണിക്കൂറായി. നമുക്ക് സിസ്റ്റർ അവിടെ ഞങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ചർച്ചയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കൈപിടിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി ഒന്ന് എടുക്കാനുള്ള അനുവാദം ഒന്ന് നിങ്ങൾ തരണമെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നു. പുലർച്ചെ 2 മണിയോടെ കളക്ടർ എൽദോസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ഹർത്താൽ. അപകടം ദൗർഭാഗ്യകരമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. നൽകിയ ഉറപ്പുകൾ പാലിക്കും. സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്നലെ തന്നെ കളക്ടറും കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. ന്യൂസ് ഡെസ്ക് 24.